ഹലോ ഫ്രണ്ട്സ്, ഏറ്റവും പുതിയൊരു തൊഴിൽവാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് പരീക്ഷയില്ലാതെ ജോലി നേടുവാൻ അവസരം. 10ാം ക്ലാസ്, +2, ഡിഗ്രി, ഡിപ്ലോമ, ബന്ധപ്പെട്ട മേഖലയിലെ പ്രവൃത്തി പരിചയം തുടങ്ങിയ യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് ഇപ്പോൾ അപേക്ഷ നൽകാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 18,000 മുതൽ 44,900 വരെ സാലറിയിൽ ജോലിയിൽ പ്രവേശിക്കാം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികളെ പരീക്ഷയില്ലാതെ ടെലികോൺഫറൻസ്, അതായത് ഫോൺ വഴി നടത്തുന്ന ഇന്റർവ്യൂ വഴി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് സദേൺ റെയിൽവേയുടെ വെബ് പോർട്ടൽ വഴി സൗജന്യമായി നിങ്ങളുടെ ഫോണിലൂടെ തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ ആപ്ലിക്കേഷൻ പരിശോധിച്ചതിന് ശേഷം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് ടെലികോൺഫറൻസ് ഇന്റർവ്യൂ വഴി തിരഞ്ഞെടുപ്പുണ്ടാകും. രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള അവസാന തീയതി 2021 ഏപ്രിൽ 30 വരെയാണ്. അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് തുടങ്ങിയ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോ പരിചയപ്പെടുത്തുന്നത്. വീഡിയോ മുഴുവനായും കാണുക. നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും ഇതുപോലുള്ള പുതിയ സർക്കാർ ജോലികൾ വളരെ വേഗത്തിൽ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. സദേൺ റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് യോഗ്യരായ യുവതി യുവാക്കളെ പാരാമെഡിക്കൽ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നത്. 8ഓളം വിവിധ തസ്തികകളാണുള്ളത്. അതിൽ ആദ്യം നഴ്സിംഗ് സൂപ്പീരിയന്റ് 83 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 44,900 രൂപ വരെ സാലറിയിൽ ജോലി ചെയ്യാം. ഫിസിയോതെറാപ്പിസ്റ്റ് നിലവിൽ ഒരൊഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 35,400 മുതൽ സാലറി ലഭിക്കും. ECG ടെക്നീഷ്യൻ 4 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 25,500 മുതൽ സാലറി ലഭിക്കും. ഹീമോ ഡയാലിസിസ് ടെക്നീഷ്യൻ നിലവിൽ 3 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 35,400 മുതൽ സാലറി ലഭിക്കും. ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് നിലവിൽ 48 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 18,000 മുതൽ സാലറി ലഭിക്കും. ഹൗസ് കീപ്പിംഗ് അസിസ്റ്റന്റ് നിലവിൽ 40 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 18,000 മുതൽ സാലറി ലഭിക്കും. ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 നിലവിൽ 9 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 21,700 മുതൽ സാലറി ലഭിക്കും. റേഡിയോഗ്രാഫർ നിലവിൽ 3 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 29,200 മുതൽ സാലറി ലഭിക്കും. ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുവാനുള്ള യോഗ്യതയും പ്രായപരിധിയും. നഴ്സിംഗ് സൂപ്പീരിയന്റ് തസ്തികയിലേക്ക് അപേക്ഷ അയക്കുന്ന ഉദ്യോഗാർത്ഥികൾ BSc നഴ്സിംഗും ബന്ധപ്പെട്ട മേഖലയിൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം. ഫിസിയോതെറാപ്പിസ്റ്റ് അപേക്ഷിക്കുവാനുള്ള യോഗ്യത ബാച്ചിലർ ഡിഗ്രി ഇൻ ഫിസിയോതെറാപ്പി, കൂടാതെ ബന്ധപ്പെട്ട മേഖലയിലെ എക്സ്പീരിയൻസും. അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ. ECG ടെക്നീഷ്യൻ അപേക്ഷിക്കുവാനുള്ള യോഗ്യത ബന്ധപ്പെട്ട മേഖലയിലുള്ള ഡിപ്ലോമ, കൂടാതെ തത്തുല്യ യോഗ്യത ഉള്ളവർക്കും അപേക്ഷ നൽകാം. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് പ്രായപരിധി. ഹീമോ ഡയാലിസിസ് ടെക്നീഷ്യൻ അപേക്ഷിക്കുവാനുള്ള യോഗ്യത BSc ഡിപ്ലോമ, കൂടാതെ ബന്ധപ്പെട്ട മേഖലയിലെ പ്രവൃത്തി പരിചയവും. അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി 20 വയസ്സ് മുതൽ 33 വയസ്സ് വരെ. ഹോസ്പിറ്റൽ അസിസ്റ്റന്റ്, ഹൗസ് കീപ്പിംഗ് അസിസ്റ്റന്റ് അപേക്ഷിക്കുവാനുള്ള യോഗ്യത 10ാം ക്ലാസ് വിജയം മാത്രം. എന്നാൽ ICU, ഡയാലിസിസ് യൂണിറ്റ് എന്നിവയിൽ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 അപേക്ഷിക്കുവാനുള്ള യോഗ്യത +2 സയൻസ് സ്ട്രീമിൽ പഠിക്കണം, കൂടാതെ DMLT കോഴ്സും പാസ്സായിരിക്കണം. അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ. റേഡിയോഗ്രാഫർ അപേക്ഷിക്കുവാനുള്ള വിദ്യാഭ്യാസ യോഗ്യത +2 സയൻസ് സ്ട്രീമിൽ പഠിച്ചിട്ടുള്ള വിജയവും ബന്ധപ്പെട്ട മേഖലയിലെ ഡിപ്ലോമയും. അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി 19 വയസ്സ് മുതൽ 33 വയസ്സ് വരെ. മുകളിൽ പറഞ്ഞ എല്ലാ തസ്തികയിലേക്കും SC/ST കാൻഡിഡേറ്റിന് 5 വർഷത്തെയും OBC കാൻഡിഡേറ്റിന് 3 വർഷത്തെയും ഡിസേബിൾഡ് കാൻഡിഡേറ്റിന് 10 വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കും. ഈ തസ്തികയിലേക്ക് അപേക്ഷ അയക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ടെലിഫോൺ വഴി ഇന്റർവ്യൂ ഉണ്ടാകും. അതുവഴി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നിയമനം ലഭിക്കും. ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കരാറടിസ്ഥാനത്തിലാണ് ജോലി ലഭിക്കുന്നത്.
2021 സെപ്റ്റംബർ 30 വരെ ഉദ്യോഗാർത്ഥികൾക്ക് കരാറുണ്ടാകും. അത് കഴിഞ്ഞും നീട്ടിക്കിട്ടുവാൻ സാധ്യതയുണ്ട്. അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സദേൺ റെയിൽവേയുടെ വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ള ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കുക. അതിലെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപേക്ഷ നൽകുക. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫീസൊന്നുമില്ലാതെ സൗജന്യമായി തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ ഈ തസ്തികകളിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓരോ തസ്തികയിലേക്കും ഓരോന്നായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ നോക്കുക. ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുവാനുള്ള അവസാന തീയതി 2021 ഏപ്രിൽ 30 വരെയാണ്. ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും ഇതുപോലുള്ള പുതിയ സർക്കാർ ജോലികൾ വളരെ വേഗത്തിൽ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.